May I come in, sir? യെസ്. സാർ ഈ വഴിക്ക് ഇരിക്ക്. രാവിലെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ഇതുവഴി പോയപ്പോ വെറുതെ ഒന്ന് കയറിയേക്കാമെന്ന് കരുതി. കളർ ടി വി, അക്കായി VCP, നാഷണൽ ടേപ്പ് റെക്കോർഡർ, ശിവശ്രീകൾ വിസ്കി, ഫോറിൻ പൗഡർ, ഫോറിൻ ബ്രാൻഡി, ജോൺ പ്ലേയേഴ്സ് സിഗരറ്റ്. മനസ്സിലായി മനസ്സിലായി. ബ്ലാക്ക് ലേബൽ സ്കോച്ച് വേറെയും. അനിയൻ സ്കോച്ചേ കഴിക്കുള്ളൂ. അയ്യോ, ഇതെല്ലാം കൂടി വാങ്ങിക്കാൻ എന്ത് വില കൊടുക്കേണ്ടി വരും? അത് ഒരു 10,000-20,000 രൂപയെങ്കിലും ആവില്ലേ? ഒരു ഹോട്ടൽ റിസപ്ഷനിസ്റ്റ് ആയ അനിയന് ഇത്രയും സാധനങ്ങൾ വാങ്ങിക്കാൻ എവിടുന്ന് കിട്ടി ഈ കാശ്? ഇനി സാമ്പത്തികമായി ഭേദപ്പെട്ട കുടുംബത്തിലെ അംഗമാണോ എന്ന് അന്വേഷിച്ചപ്പം അതല്ല താനും. എന്റെ ചേട്ടൻ UAE-ലാണ് സാർ. യുഎയിൽ എവിടെയാ? മസ്കറ്റില്. യുഎയിലാണോടോ മസ്കറ്റ്? സോറി, തെറ്റിയതാ. കുവൈറ്റില്. കുവൈറ്റാണോടോ മസ്കറ്റ്? മസ്ക. തിരുവനന്തപുരത്തൊരു മസ്കറ്റ് ഉണ്ട്. അത് ഹോട്ടല. സത്യം പറയണോ, അല്ലെങ്കിൽ കാര്യങ്ങൾ ചക്ക കുഴയുന്ന പോലെ കുഴയും. എവിടെ കിട്ടിയോടോ കാശ്? എന്നെ ഒന്നും ചെയ്യരുത് സാർ. സാറിന് വേണ്ടി ഞാൻ എന്ത് വേണേലും ചെയ്യാം. അങ്ങനെയാണോ? ഇതെല്ലാം മേടിച്ചപ്പോ കിട്ടിയ പാക്കറ്റുകളുണ്ടോ? ഉണ്ട് സാർ. ഇതെല്ലാം അവിടുത്തെ ഭദ്രമായിട്ട് പാക്ക് ചെയ്യും. എന്തിനാ സാർ? നമുക്ക് ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യാം. വാ. പറയടാ, സത്യം പറയടാ, എവിടെ നിന്നാണ് ഇതൊക്കെ മോഷിച്ചത്? ഞാൻ മോഷ്ടിച്ചിട്ടില്ല. നീ മോഷിച്ചില്ല അല്ലേ? ഇല്ല. പറയടാ. ഞാൻ വാങ്ങിച്ചതാ. വാങ്ങിക്കാൻ എവിടെ നിന്നാ പൈസ? എന്റെ കൂട്ടുകാരൻ തന്നതാ. കൂട്ടുകാരൻ തന്നോ? ഏത് കൂട്ടുകാരനാടാ യാതൊരു കാര്യമില്ല 10,000 രൂപ നിനക്ക് തരുന്നത്? ആരാടാ ലക്ഷപ്രഭു? പറയടാ. സാർ, ഒരു 5 മിനിറ്റ് എനിക്ക് തരണം. ഞാൻ ഇവനെ കൊണ്ട് സത്യം പറയിക്കാം. അന്ന് നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. പറയടാ, സത്യം പറയടാ, എവിടെ നിന്നാ കാശ്? എന്റെ കൂട്ടുകാരൻ തന്നതാ. മര്യാദയ്ക്ക് പറയണം. എന്റെ കൂട്ടുകാരൻ തന്നതാ. കൂട്ടുകാരൻ? അയ്യോ. ചാക്കോ, മതി. സൂര്യൻ, എന്തായിരുന്നാലും ഞങ്ങളോട് സത്യം പറഞ്ഞാൽ തനിക്കൊന്നും സംഭവിക്കില്ല. തനിക്കിതൊക്കെ വാങ്ങിക്കാൻ കാശ് എവിടുന്നാ കിട്ടിയത്? പറ. അവൻ അങ്ങനെയൊന്നും പറയില്ല സാർ. പറയില്ലേ? എന്നാ ചാക്കോ തന്നെ ചോദിക്കും, അതാ നല്ലത്. സാർ, ഞാൻ പറയാം. ശരി, പറഞ്ഞോളൂ. കമോൺ. പൈസ ആരാ തന്നത്? ബാബു തന്നു. ഏത് ബാബു? കൊല്ലന്റെ മകൻ ബാബു. എന്തിനാ കാശ് തന്നത്? അശ്വതി മരിച്ച ദിവസം ബാബുവിനെ ഹോട്ടലിൽ വെച്ച് ഞാൻ കണ്ടു. അതാരോടും പറയാതിരിക്കുന്നതിന്. വ്യക്തമായിട്ടില്ല, ഒന്നുകൂടെ വിശദമായിട്ട് പറഞ്ഞേ. അശ്വതി മരിച്ച ദിവസം രാത്രി ബാബു, നീ എന്താ ഈ സമയത്ത് ഇവിടെ? ഞാൻ എന്റെ ഒരു സുഹൃത്തിനെ കാണാൻ വന്ന. സംസാരിച്ചിരുന്ന സമയം പോയി. ആരാടാ സുഹൃത്ത്? അത് നീ അറിയത്തില്ല സൂര്യ. ഞാൻ വരട്ടെ. അതിനുശേഷം 2-3 ദിവസം കഴിഞ്ഞ് ബാബു എന്നെ കാണാൻ വന്നു. ഞാൻ താമസിക്കുന്ന ലോഡ്ജിൽ. എന്നിട്ട് ബാബു വരൂ. എന്താ ബാബു? 2 ദിവസം മുമ്പ് നമ്മൾ ഹോട്ടലിൽ വെച്ച് കണ്ടു. പക്ഷെ ഞാനിപ്പോ പറയുന്നു, നമ്മൾ തമ്മിൽ കണ്ടിട്ടേയില്ലെന്ന്. മനസ്സിലായോ? മനസ്സിലാവണ ബാബു? നീ എന്നെ ഹോട്ടലിൽ വെച്ച് കണ്ടെന്ന് ആരോടെങ്കിലും പറഞ്ഞെന്നറിഞ്ഞാൽ കൊന്നുകളയും നിന്നെ. പറയോടാ. ഇല്ല. വെറുതെ വേണ്ട. ഇനിയും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ബാബു, നീയാണ് അശ്വതിയെ? ബാബു പിന്നെയും കാശ് തന്നു. അതുകൊണ്ടാണ് ഇതൊക്കെ വാങ്ങിച്ചത്. ഈ ബാബു ഇപ്പൊ എവിടെ ഉണ്ട്? അറിയില്ല സാർ. അറിയില്ല. നിങ്ങൾ എവിടെ വെച്ചാ കാണാറ് പതിവ്? പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല, ഞാനല്ലേ പറയുന്നത്. പകൽ മുഴുവൻ ബാബു എവിടെയെങ്കിലും കറങ്ങി നടക്കും. രാത്രി അരയന്മാരുടെ കോളനിയിലുള്ള ഭാര്യ വീട്ടിൽ കിടക്കും.
ഒന്ന് രണ്ട് പ്രാവശ്യം അവിടെ വെച്ചാ ഞാൻ ബാബുവിനെ കണ്ടത്. വിക്രം, സാർ, ഇനി ഞാൻ പൊക്കോട്ടെ സാർ. നിന്നെ വിടാവടാ, പോയി ഇരിടാ അവിടെ.